പെർഫ്യൂം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തലവേദനയോ മൂക്കടപ്പോ തുമ്മലോ ഇല്ലെങ്കിൽ സ്കിന്നിൽ ചൊറിച്ചിലോ ഒക്കെ ഉണ്ടെങ്കിൽ ഇത് നോർമൽ സെൻസിറ്റിവിറ്റി ആണോ ഇല്ല പെർഫ്യൂം അലർജി ആണോ എന്നുള്ളത് നമുക്ക് എങ്ങനെ തിരിച്ചറിയാം? ഈ കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ആദ്യത്തെ സൈൻ എന്ന് പറയുന്നത് നിങ്ങൾ പെർഫ്യൂം ഉപയോഗിച്ച ഉടനെ തന്നെ നിങ്ങൾക്ക് തുമ്മലോ മൂക്കടപ്പോ ഒക്കെ വരികയാണെങ്കിൽ ആ പെർഫ്യൂംസിലുള്ള ഫ്രാഗ്രൻസ് ഉണ്ടാക്കാനുള്ള കെമിക്കൽസ് അതിനെക്കൊണ്ടുണ്ടാകുന്ന റിയാക്ഷനിൽ വരുന്നതാണ്. അപ്പോൾ അതിനെക്കൊണ്ടാണ് ഈ അലർജിക് റൈനൈറ്റിസിൻ്റെ സിംറ്റംസ് കാണിക്കുന്നത്. ഇനി രണ്ടാമത്തെ കാര്യം, പെർഫ്യൂംസ് ഉപയോഗിച്ച സ്ഥലത്ത് നിങ്ങൾക്ക് ചൊറിച്ചിലോ അല്ലെങ്കിൽ റാഷസോ ഒക്കെ വരികയാണെങ്കിൽ അതൊരു കോൺടാക്ട് ഡെർമറ്റൈറ്റിസിൻ്റെ ഭാഗം അല്ലെങ്കിൽ കോൺടാക്ട് അലർജീൻ്റെ ഭാഗമായിട്ടാണ് വരുന്നത്. അത് നമ്മൾ സാധാരണ റിസ്റ്റ് കഴുത്തിൻ്റെ എവിടെയൊക്കെയാണ് ഇത് സാധാരണയായിട്ട് കണ്ടുവരുന്നത്. മൂന്നാമത്തെ കാര്യം, ഈ പെർഫ്യൂം ഉപയോഗിച്ച ഉടനെ തന്നെ നിങ്ങൾക്ക് ചിലപ്പോൾ മൈഗ്രെയിനൊക്കെ ഉള്ള ആൾക്കാർക്ക് തലവേദന വരും, ഇല്ല ആൾക്കാർക്കൊരു തലയ്ക്കൊരു ഹെവിനെസ് പോലെയും ആകെ ഒരു ഡിസ്കംഫർട്ട് പോലെയൊക്കെ തോന്നും. അത് ആ ഫ്രാഗ്രൻസിൻ്റെ കെമിക്കൽസിൻ്റെ സെൻസിറ്റിവിറ്റി കൊണ്ടുണ്ടാകുന്ന ഒരു കാര്യമാണ്. ഇനി നാലാമത്തെ കാര്യം, പെർഫ്യൂം ഉപയോഗിച്ച ഉടനെ തന്നെ നിങ്ങൾക്കൊരു ബ്രീത്തിങ് ഡിഫിക്കൽറ്റി അല്ലെങ്കിൽ ഒരു ചെസ്റ്റ് ടൈറ്റ്നസ് പോലെ തോന്നുക, ആസ്മ ഉള്ള ആൾക്കാർക്ക് ആസ്മ വേഴ്സൺ ആവുകയൊക്കെ ആണെങ്കിൽ അതൊരു സീരിയസ് സൈനാണ്. അതിന് എന്തായാലും ഒരു മെഡിക്കൽ ഇവാലുവേഷൻ ആവശ്യമാണ്. ഇത് നമുക്ക് എങ്ങനെ പരിഹരിക്കാം എന്നുള്ളത് നോക്കാം. കഴിയുന്നതും 1-2 ആഴ്ച ഈ പെർഫ്യൂംസ് ഒഴിവാക്കി നോക്കുക. നിങ്ങളുടെ സിംറ്റംസ് ഒറ്റയ്ക്ക് തന്നെ റെഡ്യൂസ് ആയി വരുന്നുണ്ടോ എന്നുള്ളത് നോക്കുക. റെഡ്യൂസ് ആയി കഴിഞ്ഞാൽ ഒരു സ്മോൾ പാച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കുക. ഈ ടെസ്റ്റ് ഒരു ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷനോട് കൂടി മാത്രം ചെയ്യുക. ഇതുപോലത്തെ പ്രാക്ടിക്കൽ അലർജി റിലേറ്റഡ് വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് ഈ പേജ് ഒന്ന് ഫോളോ ചെയ്യുക.